യഥാർത്ഥത്തിൽ ഇതൊരു അജണ്ടയാണ്. സംഘപരിവാർ ഈ രാജ്യത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഹിന്ദു മഹാസഭയും പിന്നീട് 1925 RSSും ഒക്കെ രൂപീകരിക്കപ്പെട്ട കാലം തൊട്ടേ അവർ മുന്നോട്ട് വെച്ച നയം ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു. ആ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിന് പലപ്പോഴായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മതനിരപേക്ഷമായി 1857 മുതലേ അതിന്റെ ഓരോ സമരങ്ങളുടെ ഏടും എടുത്ത് പരിശോധിച്ചാൽ എല്ലാ ജാതി മത വ്യത്യാസങ്ങളും മറന്ന് ഈ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചകൾക്കെതിരെ ശക്തമായ സമരരംഗത്ത് നാം എല്ലാ ജനങ്ങളും അണിനിരന്നു. എല്ലാ ജനങ്ങളും അതിനോടൊപ്പം അണിനിരന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി അടരാടി. എന്നാൽ ഈ വർഗീയവാദം, ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയവാദം, രണ്ട് വർഗീയവാദങ്ങളും ഇന്ത്യൻ വിഭജനവുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട് ഒന്ന് തന്നെയായിരുന്നു. വ്യത്യസ്ത വീക്ഷണങ്ങളിൽ നിന്നാണെങ്കിൽ കൂടിയും. അപ്പൊ ആ നിലയിൽ അന്ന് പാകിസ്ഥാൻ വിഭജിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമാകുമെന്ന് കൊതിച്ചിട്ടുള്ള ആളുകളാണ് RSSന്റെ പ്രവർത്തകർ, ഹിന്ദു മഹാസഭ പ്രവർത്തകർ അന്നുണ്ടായിരുന്നത്. എന്നാൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിനെ തുടർന്ന് ഇന്ത്യ മതനിരപേക്ഷമായി നിലനിൽക്കുകയും ഇന്ത്യയുടെ സെക്കുലർ ഫാബ്രിക് അതുപോലെ നിലനിർത്തണമെന്ന ആവശ്യം രാജ്യമെമ്പാടും ഉയർന്നു വരികയും ചെയ്തു. അപ്പൊ അതിന്റെ തുടർച്ചയിലാണ് ഗാന്ധിവാദം ഉൾപ്പെടെ കടന്നു വരുന്നത് എന്ന് ചരിത്ര സത്യങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ ഈ സെക്കുലർ ഫാബ്രിക്കും ആ രാജ്യ താല്പര്യവും ആ ബോധത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു ദേശീയ പശ്ചാത്തലമുള്ള നമ്മുടെ രാജ്യത്ത് വർഗീയത ഒരു അതിന്റെ പോറായി കൊണ്ടുവരണമെങ്കിൽ ഈ വർഗീയ കലാപങ്ങൾ, പ്രത്യേകിച്ച് വിഭജനത്തെ തുടർന്ന് സംഘപരിവാറും ന്യൂനപക്ഷ വർഗീയതയും അന്ന് സംഘടിപ്പിച്ചിട്ടുള്ള വർഗീയ കലാപങ്ങളുടെ ഓർമ്മകൾ വീണ്ടും ഇന്ത്യയിലെമ്പാടും അലിയൊലിയായി കൊണ്ടുവരണം. അതിൽ നിന്നാണ് ദേശീയത ഉണർന്നു വന്നതെന്നും അത് മതവർഗീയവാദത്തിന്റെ ദേശീയതയാണെന്നും നറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പുതിയ സങ്കല്പം, ഒരു രാജ്യസങ്കല്പത്തിലേക്ക്, ഒരു വർഗീയ സങ്കല്പത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാനാണ് ഈ ഓഗസ്റ്റ് 14 ഹൊറർ ഡേ ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഹൊറർ RSS ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ നിലയിൽ ഈ ഒരു പദ്ധതിയെ നടപ്പിലാക്കിയെടുക്കാനാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പദ്ധതിയെ നടപ്പിലാക്കിയെടുക്കാനാണ് ഇത്തരത്തിൽ സർവകലാശാലകളിൽ ഈ പരിപാടികൾ സംഘടിപ്പിച്ച് ഇതിനൊരു പൊതു അംഗീകാരം കൊണ്ടുവരാനും അത് സർവകലാശാലകളിൽ നടപ്പിലാക്കി പൊതുവിൽ അത് രാജ്യത്ത് ഒരു ലെജിറ്റിമൈസ് ചെയ്ത് കൊണ്ടുവന്ന് പതിയെ ഓഗസ്റ്റ് 15 പ്രസക്തി കുറക്കുകയും ഈ വിഭജനം ഉയർത്തി കാണിച്ചുകൊണ്ട് വർഗീയതയെ കൂടുതൽ വളർത്താനുമുള്ള സംഘപരിവാർ നടപടിയാണ്. ശക്തമായി എതിർക്കേണ്ടതും അപലപിക്കപ്പെടേണ്ടതും പ്രതിഷേധം ഉയർത്തേണ്ടതുമായ വിഷയമാണ്. SFI പുരോഗമന സ്വഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.